നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 1,00,000 സൗജന്യ ഡയാലിസിസുകൾ എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കി ആൽഫ ഡയാലിസിസ് സെന്റർ. പ്രവർത്തനം തുടങ്ങി 5 വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ് ആൽഫ എടമുട്ടം ഹോസ്പിസിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ ഈ നേട്ടം കൈവരിച്ചത്. ആൽഫ ഹോസ്പിസിന്റെ ഭാഗമായി 2021 ഫെബ്രുവരിയിൽ 15 മെഷീനുകളോടെയായിരുന്നു സെന്ററിന്റെ തുടക്കം. നിലവിൽ 32 മെഷീനുകളിൽ 3 ഷിഫ്റ്റ് പ്രവർത്തിച്ചാണ് സെന്റർ ഈ ലക്ഷ്യം കൈവരിച്ചത്. കോവിഡ് കാലത്ത് ഡയാലിസിസ് സെന്ററുകൾ അടച്ചുപൂട്ടിയിരുന്നപ്പോൾ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ആൽഫ ഡയാലിസിസ് സെന്റർ കോവിഡ് ബാധിതർക്കായി 4മതൊരു ഷിഫ്റ്റ് കൂടി പ്രവർത്തിപ്പിച്ചത് ഒട്ടേറെ പ്രശംസ നേടിയിരുന്നു. സെന്ററിലെ ഡയാലിസിസ് മെഷീനുകളെല്ലാം തന്നെ വ്യക്തികളും സംഘടനകളും സ്പോൺസർഷിപ്പായി നൽകിയതാണ്. ഒപ്പം ഡയാലിസിസ് രോഗികളെ സ്പോൺസർ ചെയ്യുന്നവരും പ്രതിമാസ ഡയാലിസിസുകൾ സ്പോൺസർ ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ഹാപ്പിനെസ് ക്ലബ് അംഗങ്ങളും അടങ്ങുന്നവരാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അറിയിച്ചു. ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള 21 ടെക്നിക്കൽ സ്റ്റാഫും 4 ഓഫീസ് സ്റ്റാഫും 5 ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും അടങ്ങുന്നതാണ് ആൽഫ ഡയാലിസിസ് ടീം. ഒപ്പം മെഡിക്കൽ ഓഫീസർ, പാർട്ട് ടൈം നെഫ്രോളജിസ്റ്റ് എന്നിവരും സെന്ററിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ആൽഫ ഡയാലിസിസ് സെന്ററിൽ നടന്ന ലളിതമായ ആഘോഷം കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടുകൊണ്ട് ചെയർമാൻ KM നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസിന് വിധേയരാകുന്നവരുടെ പ്രതിമാസ മെഡിക്കൽ ചെക്കപ്പുകൾ, ലബോറട്ടറി പരിശോധനകൾ, അത്യാവശ്യ മരുന്നുകൾ, ഡയാലിസിസിനെത്താനും തിരിച്ചു പോകാനും വാഹന സൗകര്യം എന്നിവയെല്ലാം സൗജന്യമായി ഏർപ്പെടുത്താൻ സെന്ററിന് സാധിച്ചത് ഡയാലിസിസിനെ പാലിയേറ്റീവ് പരിചരണത്തിന്റെ ഭാഗമായി ചിന്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ KM നൂറുദ്ദീൻ പറഞ്ഞു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഡയാലിസിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രസിഡന്റ് PF ജോയ്, സെക്രട്ടറി P ജയരാജൻ, ട്രഷറർ രാജീവ് MK, ഹോസ്പിസ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എടമുട്ടം ആൽഫ ഹോസ്പിസ് സന്ദർശിച്ചു. ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ജിതിൻ മാത്യു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ, സിസ്റ്റർ ബേബി, സിസ്റ്റർ സിനി എന്നിവർ പാലിയേറ്റീവ് പരിചരണത്തെക്കുറിച്ചും ആൽഫയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ആശിഷ് കെയർ ഹോമിലെത്തിയ സംഘം പരിചരണത്തിലുള്ളവർക്കുള്ള ഉപഹാരം അഡ്മിനിസ്ട്രേഷൻ താഹിറ മുജീബിന് കൈമാറി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.